ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സുകാരുടെ മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ ബാലൻസ് ക്ലാസ്സാണ് പഠിക്കാൻ പോകുന്നത്. അതായത് നമ്മൾ ഒരു 2 പാർട്ട് ക്ലാസ് ഇട്ടായിരുന്നു. അപ്പോൾ അതെല്ലാവരും കണ്ട് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ആ ക്ലാസ്സുകൾ നമ്മളെ വീഡിയോസ് എന്ന് പറയുന്ന ലിസ്റ്റിൽ കയറിയിട്ട് എന്ത് ചെയ്യുക, ചാനലിൽ കയറി കഴിഞ്ഞാൽ വീഡിയോസ് എന്ന് പറയുന്നത് കാണും. അതിനകത്ത് കയറി എന്ത് ചെയ്യുക, ബാക്കി ക്ലാസ്സുകൾ പ്രോപ്പറായിട്ട് കാണുക. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എന്താണ്, ഗാൽവാനിക് സെല്ലാണ് പഠിച്ചത് അല്ലേ? ഗാൽവാനിക് സെൽ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കണമല്ലോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് ഇലക്ട്രോളിറ്റിക് സെല്ല്. ഏതാണ്? ഇലക്ട്രോളിറ്റിക് സെല്ല്. ഇപ്പോൾ ഇലക്ട്രോളിറ്റിക് സെല്ല് എന്ന് പറഞ്ഞാൽ ഗാൽവാനിക് സെല്ലിൻ്റെ ഓപ്പോസിറ്റാണ്. എന്ന് വെച്ചാൽ എന്താ, ഗാൽവാനിക് സെല്ലിൽ നമ്മൾ കെമിക്കൽ എനർജി എന്താക്കി നമ്മൾ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറ്റി. ഓക്കെ, എന്നാൽ ഇലക്ട്രോളിറ്റിക് സെൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഇലക്ട്രിക്കൽ എനർജി എന്താക്കി മാറ്റുന്ന കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു അറേഞ്ച്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് വിളിക്കുന്നത്, ഇലക്ട്രോളിറ്റിക് സെല്ല്. ഓക്കെ, ഇപ്പോൾ ഇലക്ട്രോളിറ്റിക് സെൽ എന്ന് വെച്ചാൽ എന്താണ്, ഇലക്ട്രിക്കൽ എനർജിയെ കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു കെമിക്കൽ അറേഞ്ച്മെൻറ്റിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോളിറ്റിക് സെല്ല് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി എന്ത് ഉപയോഗിക്കും, ഒരു സബ്സ്റ്റൻസ് ഉപയോഗിക്കും. ആ സബ്സ്റ്റൻസിൻ്റെ മോൾട്ടൺ അല്ലെങ്കിൽ അക്വസ് സൊല്യൂഷൻ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ സബ്സ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോലൈറ്റ് എന്ന് പറയും. എന്തെന്ന് പറയും, ഇലക്ട്രോലൈറ്റ്. പിന്നെ ഒരു കാര്യം പറയാം, ഇലക്ട്രോളിറ്റിക് സെല്ലിൻ്റെ മലയാള വാക്കാണ് വൈദ്യുത വിശ്ലേഷണ സെൽ എന്ന് പറയും. ഓക്കെ, അല്ലെങ്കിൽ ഇലക്ട്രോളിറ്റിക് സെല്ലിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പറയാം വൈദ്യുത വിശ്ലേഷണ സെൽ എന്നും പറയും. ഓക്കെ, അപ്പം അതിൽ നമ്മൾ എന്ത് ചെയ്യാ പറഞ്ഞത്, കെമിക്കൽ എനർജി, അതായത് വൈദ്യുതോർജ്ജത്തെ എന്താക്കി മാറ്റും, രാസോർജ്ജമാക്കി മാറ്റുന്ന പ്രതിഭാസം അല്ലെങ്കിൽ ആ ഒരു അറേഞ്ച്മെന്റിനെ വിളിക്കുന്ന പേരാണ് വൈദ്യുത വിശ്ലേഷണ സെല്ല് എന്ന് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞത് ആ വൈദ്യുത വിശ്ലേഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളുണ്ട്. അത് ഉരുകിയ അവസ്ഥയിലോ അവയുടെ ജലീയ ലായനിയിലോ എന്ത് ചെയ്യും, വൈദ്യുതി കടത്തിവിടുന്നു. അത്തരത്തിലുള്ള സബ്സ്റ്റൻസുകളെ, അത്തരത്തിലുള്ള പദാർത്ഥങ്ങളെ വിളിക്കുന്ന പേരെന്ത് തന്നെയാണ്, ഇലക്ട്രോലൈറ്റ് തന്നെയാണ്. ഇലക്ട്രോലൈറ്റ് എന്ന് തന്നെയാണ് മലയാളത്തിലും പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോലൈറ്റ് എന്ന് വെച്ചാൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യണം. എന്തിൽ, മോൾട്ടൺ അല്ലെങ്കിൽ അക്വസ് സൊല്യൂഷനിൽ കൂടെ ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന സബ്സ്റ്റൻസുകളുണ്ട്, പദാർത്ഥങ്ങളുണ്ട്. അവർ വിളിക്കുന്ന പേര് ഇലക്ട്രോലൈറ്റ് എന്ന് പറയും. എന്തെന്ന് വിളിക്കും, ഇലക്ട്രോലൈറ്റ്. ഓക്കെ, ആ ഇലക്ട്രോലൈറ്റിൽ കൂടി നമ്മൾ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും, ഒരു കെമിക്കൽ ചേഞ്ച് ഉണ്ടാവും. അവിടെ എന്ത് സംഭവിക്കും, കെമിക്കൽ ചേഞ്ച് ഉണ്ടാവും. ഓക്കെ, ആ കെമിക്കൽ ചേഞ്ചിനെ പറയുന്ന പേരാണ് ഇലക്ട്രോളിസിസ് എന്ന് പറയും. എന്തെന്ന് പറയും, ഇലക്ട്രോളിസിസ്. അതായത് ഒരു സബ്സ്റ്റൻസിൽ കൂടി ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ എന്ത് ചെയ്യും, ഒരു കെമിക്കൽ ചേഞ്ച് ഉണ്ടാവും. ആ കെമിക്കൽ ചേഞ്ചിനെ പറയുന്ന പേരാണ് ഇലക്ട്രോളിസിസ്. മലയാളത്തിൽ പറഞ്ഞാൽ വൈദ്യുത വിശ്ലേഷണം എന്ന് പറയും. അതായത് ഇലക്ട്രോലൈറ്റിൽ കൂടി വൈദ്യുതി കടത്തി വിടുമ്പോഴത്തേക്ക് അവിടെ എന്തുണ്ടാവും, ഒരു രാസപ്രവർത്തനം നടക്കുന്നു. ആ രാസപ്രവർത്തനം അല്ലെങ്കിൽ ആ ഒരു പ്രവർത്തനത്തെ പറയുന്ന പേരാണ് വൈദ്യുത വിശ്ലേഷണം എന്ന് പറയും. വൈദ്യുത വിശ്ലേഷണം, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഇലക്ട്രോളിസിസ് എന്ന് പറയും. എന്തെന്ന് പറയും, ഇലക്ട്രോളിസിസ് എന്ന് പറയും. ക്ലിയർ ആണല്ലോ? ഇതാണ് ഇലക്ട്രോളിറ്റിക് സെല്ല്, ഇലക്ട്രോലൈറ്റ്, ഇലക്ട്രോളിസിസ്. ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നല്ലോണം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒന്നും കൂടെ പറയാം, എന്താണ് ഇലക്ട്രോളിറ്റിക് സെൽ എന്ന് ചോദിച്ചാൽ, ഒരു റിഡോക്സ് റിയാക്ഷനിലൂടെ ഇലക്ട്രിക്കൽ എനർജിയെ കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു അറേഞ്ച്മെന്റിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോളിറ്റിക് സെല്ല്. മലയാളത്തിൽ പറഞ്ഞാൽ വൈദ്യുത വിശ്ലേഷണ സെല്ല് എന്ന് പറയും. എന്ന് വെച്ചാൽ എന്താണ്, ഒരു വൈദ്യുതോർജ്ജത്തെ എന്താക്കി മാറ്റുന്ന, രാസോർജ്ജമാക്കി മാറ്റുന്ന ഒരു അറേഞ്ച്മെന്റിനെ വിളിക്കുന്ന പേരാണ് വൈദ്യുത വിശ്ലേഷണ സെല്ല് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസുകളുണ്ട്. അതായത് നമ്മൾ സോളിഡ് സബ്സ്റ്റൻസിൽ കൂടിയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഡയറക്റ്റായിട്ട് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ മോൾട്ടൺ അല്ലെങ്കിൽ അക്വസ് സൊല്യൂഷൻ എടുക്കും. അതിൽ കൂടെ എന്ത് ചെയ്യാൻ പറ്റും, ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യാനായിട്ട് കഴിയും. അങ്ങനെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുമ്പോൾ അതിനകത്ത് എന്ത് ചെയ്യും, കെമിക്കൽ ചേഞ്ച് സംഭവിക്കും. അപ്പോൾ അത്തരത്തിലുള്ള സബ്സ്റ്റൻസുകളെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോലൈറ്റ് എന്ന് പറയും. അത്തരത്തിലുള്ള സബ്സ്റ്റൻസുകളെ, അത്തരത്തിലുള്ള പദാർത്ഥങ്ങളെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോലൈറ്റ്. അതായത് ഉരുകിയ അവസ്ഥയിലോ ജലീയ ലായനി ആയിരിക്കുമ്പോഴോ വൈദ്യുതി കടത്തി വിട്ടുകൊണ്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന പദാർത്ഥങ്ങളെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്.
അപ്പോൾ അതിൽ കൂടി ഇലക്ട്രിസിറ്റി കടത്തി വിടുമ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ഒരു ഒരു കെമിക്കൽ ചേഞ്ച് ഉണ്ടാവുന്നു. അപ്പോൾ അങ്ങനെ കെമിക്കൽ ചേഞ്ച് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ആ ഒരു കെമിക്കൽ ചേഞ്ചിനെ, ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോളിസിസ്. മലയാളത്തിൽ പറഞ്ഞാൽ വൈദ്യുത വിശ്ലേഷണം എന്ന് പറയും. അത് നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ എന്തുണ്ട്, ടേബിൾ ഒരു ബോക്സ് ആയിട്ട് ഇത് രണ്ടും കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രോലൈറ്റ് എന്താണ്, ഇലക്ട്രോളിസിസ് എന്നാണ്. ഞാൻ ഈ പറഞ്ഞ കണ്ടന്റ് തന്നെയാണ് ചെയ്യുന്നത്. അതെന്ത് ചെയ്യുക, നിങ്ങൾ നോട്ട് ചെയ്തൊക്കെ വയ്ക്കുക. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് രണ്ടൊന്ന് ഇലക്ട്രോളിറ്റി സെൽസുകളും അല്ലെങ്കിൽ ഇലക്ട്രോളിസിസ് എന്താണെന്നും അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയേണ്ട കുറച്ച് കാര്യങ്ങൾ, ഇലക്ട്രോളിറ്റി സെല്ല് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഗാൽവാനിക് സെല്ലിൽ നമ്മൾ പഠിച്ച രണ്ട് കാര്യങ്ങളാണ് ആനോഡ്, കാഥോഡ് എന്ന് പറയുന്ന സാധനങ്ങൾ. ആനോഡെന്നും കാഥോഡ് എന്ന് പറയുന്നത്, അതിൽ ആനോഡ് നെഗറ്റീവും കാഥോഡ് പോസിറ്റീവുമായിരുന്നു. ആനോഡിൽ ഓക്സിഡേഷൻ, കാഥോഡിൽ റിഡക്ഷൻ, ഓക്സീകരണവും നിരോക്സീകരണവും ഒക്കെ ആയിരുന്നില്ല. അപ്പം ഇവിടെ ഇലക്ട്രോളിറ്റി സെല്ലിനകത്തും എന്തുണ്ട്, ഒരു ആനോഡും ഉണ്ട്, ഒരു കാഥോഡും ഉണ്ട്. ഒരു ആനോഡും ഉണ്ട്, ഒരു കാഥോഡും ഉണ്ട്. ഇവിടത്തെ ആനോഡിന്റെ ചാർജ് എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഇവിടത്തെ ആനോഡ് എന്താണ്, പോസിറ്റീവ് ആയിരിക്കും. ഇവിടത്തെ കാഥോഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. ഇത്ര മാത്രമേ ഒരു വ്യത്യാസമുള്ളൂ. ഗാൽവാനിക് സെല്ലും ഇലക്ട്രോളിറ്റി സെല്ലിലും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് അവിടെ ആനോഡ് നെഗറ്റീവും കാഥോഡ് പോസിറ്റീവുമായിരുന്നു. പക്ഷെ ഇവിടെ ഇലക്ട്രോളിറ്റി സെല്ലിനകത്ത് ആനോഡിന്റെ ചാർജ് പോസിറ്റീവും കാഥോഡിന്റെ ചാർജ് എന്തായിട്ടും എടുക്കുന്നത്, നെഗറ്റീവ് ആയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, പിന്നെ മറ്റേ കണക്ക് തന്നെ ആനോഡിൽ എന്ത് തന്നെ, ഓക്സിഡേഷൻ, കാഥോഡിൽ റിഡക്ഷൻ തന്നെയാണ്. അതുകൊണ്ട് ആനോഡിൽ ഓക്സീകരണവും കാഥോഡിൽ എന്ത് തന്നെയാണ്, നിരോക്സീകരണവും തന്നെയാണ് നടക്കുന്നത്. ക്ലിയർ ആണല്ലോ, എല്ലാവർക്കും മനസ്സിലായല്ലോ. ആ ഒരു പോയിന്റ് തെറ്റിക്കരുത് ആരും. ഓക്കെ, ആനോഡ്, കാഥോഡ്, ഇലക്ട്രോളിറ്റി സെല്ലിൽ ആനോഡിന്റെ ചാർജ് പോസിറ്റീവും കാഥോഡിന്റെ ചാർജ് നെഗറ്റീവുമാണ്. ഓക്കെ, ഇനി നമ്മളൊരു സബ്സ്റ്റൻസ് എടുക്കുമ്പോഴത്തേക്ക് എന്തായാലും അതിനകത്ത് രണ്ട് അയോൺസുകൾ കാണും, ഇല്ലയോ? അത് കൊച്ചിലെ നമ്മൾ 9ാം ക്ലാസ്സിലേ പഠിക്കുന്നവരാണ്. ഒരു കോമ്പൗണ്ട് എടുത്താൽ അതിൽ രണ്ട് അയോൺസ് ആണുള്ളത്. ഒരു പോസിറ്റീവ് ചാർജുള്ള അയോണും കാണും, ഒരു നെഗറ്റീവ് ചാർജുള്ള അയോണും കാണത്തില്ലയോ? അപ്പോൾ ഈ പോസിറ്റീവ് ചാർജുള്ള അയോണിനെ നമ്മൾ വിളിച്ച പേരെന്താ വിളിക്കുന്നത്, കാറ്റയോൺ എന്നാണ് വിളിക്കുന്നത്. പോസിറ്റീവ് ചാർജുള്ള അയോൺ ആണ്. ഇനി മാറിപ്പോയില്, ഞാൻ റോഡല്ല പറയുന്നത്. ഓക്കെ, ഞാൻ പറയുന്നത് അയോൺസിന്റെ കാര്യമാണ്. പോസിറ്റീവ് ചാർജുള്ള അയോൺസിനെ നമ്മൾ കാറ്റയോൺ എന്നും നെഗറ്റീവ് ചാർജുള്ള അയോൺസിനെ നമ്മൾ എന്ത് വിളിക്കും, ആനയോൺസ് എന്നും വിളിക്കും. ഓക്കെ, നെഗറ്റീവ് ചാർജുള്ള അയോൺസ് ഇതാണ് ആനയോൺ. ഇതെന്താണ്, ആനയോൺ. പോസിറ്റീവ് ചാർജുള്ള അയോൺസ് ചോദിച്ചാൽ കാറ്റയോൺ. ഞാൻ ഈ അയോണിന്റെ കേസാണ് പറയുന്നത്, റോഡിന്റെ കേസല്ല. റോഡ് എന്ത് ചെയ്യും, രണ്ടിലും മാറി മാറി വരും. ഗാൽവാനിക് സെല്ലാകുമ്പോൾ ആനോഡ് നെഗറ്റീവും കാഥോഡ് പോസിറ്റീവും ആയിരുന്നെങ്കിൽ നമ്മുടെ ഇലക്ട്രോളിറ്റി സെല്ലിൽ ആനോഡ് പോസിറ്റീവും കാഥോഡ് എന്തുമായി, നെഗറ്റീവുമായി. അത് നമ്മളെ മൈൻഡിൽ നല്ല ബെസ്റ്റായിട്ട് വേണം. കാരണം അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബാക്കിയുള്ള കണ്ടന്റുകൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പം നെഗറ്റീവ് പോസിറ്റീവ് രണ്ട് ചാർജുള്ള അയോൺസ് ആണ്. ഒരു കോമ്പൗണ്ട് എടുത്താൽ ഇത് കാണുമല്ലോ. അപ്പോൾ ഈ അയോൺസുകൾ നോക്കി, നെഗറ്റീവ് ചാർജ് എപ്പോഴും എങ്ങോട്ടേ പോവുള്ളൂ, ഒരു പോസിറ്റീവിലോട്ടേ പോവുള്ളൂ. എവിടോട്ടേ പോവുള്ളൂ, പോസിറ്റീവിലോട്ടേ പോവുള്ളൂ, ഇല്ലയോ? നമ്മുടെ പോസിറ്റീവ് ചാർജ് ഉള്ളത് ആരാണ്, ആനോഡാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോണം, ആനയോൺ എങ്ങോട്ടേ പോവുള്ളൂ, ആനോഡിലോട്ടേ പോകത്തുള്ളൂ. കാറ്റയോൺ എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് ഉള്ളതാണ്, അയാൾക്ക് നെഗറ്റീവ് ചാർജിലോട്ടേ പോകുള്ളൂ. നെഗറ്റീവ് ചാർജ് ആരാണ്, കാഥോഡാണ്. കാഥോഡ് ഇങ്ങനെ പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഓക്കെ, ആനയോൺ, ആനോഡ്. ഇത് മറക്കത്തില്ലല്ലോ, നെഗറ്റീവ് ചാർജ് ആനയോൺ ആണ്, പോസിറ്റീവ് ചാർജ് കാറ്റയോൺ ആണ്. അത് നമ്മൾ മുന്നേ പഠിക്കുന്ന കാര്യമാണ്, അത് ആർക്കും മാറിപ്പോകത്തില്ല. ഓക്കെ, ആനയോൺ എങ്ങോട്ടേ പോവുള്ളൂ, ആനോഡിലോട്ടേ പോവുള്ളൂ. കാറ്റയോൺ എങ്ങോട്ടേ പോവുള്ളൂ, കാഥോഡിലോട്ടേ പോകത്തുള്ളൂ. ഓക്കെ, ആ ഒരു കാര്യം മനസ്സിലാക്കി വെച്ചേക്കണം. ക്ലിയർ ആണല്ലോ. ഇനി നമ്മുടെ ടെസ്റ്റിനകത്തുള്ള ഓരോ റിയാക്ഷൻസ് നമുക്ക് പറയാം. ഫസ്റ്റത്തത് ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൺ NaCl. ഇതാണ് നമ്മുടെ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, ആദ്യം നമ്മൾ പഠിക്കേണ്ട കാര്യം. ഓക്കെ, ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൺ NaCl എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ ഉരുകിയ NaCl വൈദ്യുത വിശ്ലേഷണം എന്നാണ് മലയാളത്തിൽ. ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൺ NaCl. അപ്പം ജസ്റ്റ് ഞാൻ ഇലക്ട്രോളിറ്റി സെല്ലിൻ്റെ ഒരു പടം കണക്ക് വരയ്ക്കാം. ഒറ്റ ബീക്കറേ ഉള്ളൂ. ഇലക്ട്രോളിറ്റി സെല്ലിൻ്റെ പടം വരയ്ക്കാൻ പറഞ്ഞാൽ ഒറ്റ ബീക്കറേ ഉള്ളൂ. ഓക്കെ, അതിനകത്ത് എന്താ എടുക്കുന്നത്, ഒരു ഇലക്ട്രോലൈറ്റ് എടുക്കും. ഇലക്ട്രോലൈറ്റ് നമ്മളിവിടെ എന്താ എടുക്കേണ്ടത്, മോൾട്ടൺ NaCl എഴുതണം. മോൾട്ടൺ NaCl. ജസ്റ്റ് ഞാൻ ഈ പടം വരയ്ക്കുകയാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇതിനകത്ത് രണ്ട് റോഡുണ്ട് ഇല്ലയോ? ഒരു ആനോഡും ഉണ്ട്, ഒരു കാഥോഡും ഉണ്ട്.
നമുക്കറിയാം ഇവിടെ ഇലക്ട്രിസിറ്റി വേണം. അതുകൊണ്ട് നമ്മൾ ഇലക്ട്രിസിറ്റി വേണമെന്നതിന് എന്ത് ചെയ്യണം? ഒരു ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യണം. ഒരു ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ബാറ്ററിക്ക് പോസിറ്റീവ് നെഗറ്റീവ് ഇല്ലേ? അപ്പോൾ പോസിറ്റീവ് ചാർജ് ആനോഡിലും കൊടുക്കും, നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ എന്തും കൊടുക്കും? കാഥോഡുമായി. ഓക്കെ, ഇത്രയും വരച്ചാൽ മതി. എന്തായി? നമ്മുടെ ആനോഡുമായി എന്തോ ഇലക്ട്രോളിറ്റിക് സെല്ലിൻ്റെ എന്തായി? ഒരു റിയാക്ഷനായി. ഇതിൽ നമുക്ക് ഇവിടെ എഴുതാം, ഇത് ആനോഡ്, ഇതെന്താണെന്ന് എഴുതാം? കാഥോഡ് എന്ന് എഴുതാം. ഇത് ആനോഡ്, ഇത് കാഥോഡ്. ഓക്കെ, കാരണം പോസിറ്റീവ് ചാർജ് ആനോഡ്, നെഗറ്റീവ് ചാർജ് കാഥോഡ്. ഇത്രയും എഴുതി വയ്ക്കും. ഇത്രയും ജസ്റ്റ് പടം വരയ്ക്കാനാണ്, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, വലിയ കാര്യമൊന്നുമല്ല. പിന്നെ നമ്മളിവിടെ ആനോഡും കാഥോഡായിട്ട് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എപ്പോഴും ഗ്രാഫൈറ്റ് റോഡാണ്. ഗ്രാഫൈറ്റ് റോഡാണ് നമ്മൾ ആനോഡായിട്ട് ഗ്രാഫൈറ്റ് റോഡാണ് നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കുന്നത്? ഗ്രാഫൈറ്റിൻ്റെ ദണ്ടാണ് ആനോഡും കാഥോഡുമായിട്ടൊക്കെ ഇവിടെ കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇലക്ട്രോളിസിസ് ഓഫ് NaCl ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ NaCl-നകത്തോടെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാണ്. അപ്പോൾ അവിടെ എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അവിടെ നടക്കുന്ന വേറെ ഒന്നുമല്ല, ഇതിൽ രണ്ടുപേരും സ്പ്ലിറ്റ് ആവും. NaCl എന്ത് ചെയ്യും? ഡീകമ്പോസ് ചെയ്യും, വിഘടിക്കും. വിഘടിച്ച് എന്തായി മാറും? Naയും Cl2 ആയിട്ട് മാറും. അതിൽ Na എവിടെ കിട്ടും? Cl എവിടെ കിട്ടും? ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് മെയിനായിട്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം. NaCl എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 2 അയോൺസ് ഉണ്ട്. ആദ്യം നമ്മൾ ഇതിലെ അയോൺസുകൾ കണ്ടുപിടിക്കണം. 2 അയോൺസ് അല്ലേ ഉള്ളത്? ഏതൊക്കെ അയോൺസ്? അത് നമുക്കറിയാം. Na+ഉം Cl- ആണ് അല്ലയോ? Na+ എന്ന് പറയുന്ന ആളും Cl- എന്നാണ് അല്ലയോ? അതുകൊണ്ട് തന്നെ പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഇയാളെ നമ്മൾ കാറ്റയോൺ എന്ന് വിളിക്കും. കാറ്റയോൺ. ഇയാളെ നമ്മൾ എന്ത് എഴുതാം? ആനയോൺ എന്ന് പറയാം. എന്ന് പറയാം ആനയോൺ. കാറ്റയോണും ആനയോണും കിട്ടിയേ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. കാറ്റയോൺ എങ്ങോട്ട് പോവും? കാഥോഡിനകത്തോട്ട് പോവും ഇല്ലയോ? കാഥോഡിനകത്ത് പോവുക എന്ന് പറഞ്ഞാൽ കാഥോഡ്. അപ്പോൾ കാഥോഡ് നടക്കുന്ന റിയാക്ഷൻ എന്താണെന്ന് നോക്കിയേ. കാറ്റയോൺ Na+ ആണ് അല്ലയോ? നമുക്കറിയാം കാഥോഡിനകത്ത് എപ്പോഴും എന്താണ്? റിഡക്ഷൻ ആണ്. റിഡക്ഷൻ എന്ന് വെച്ചാൽ നിരോക്സീകരണമാണ്. ആനോഡിനകത്ത് എപ്പോഴും എന്താണ്? ഓക്സിഡേഷൻ ആണ്. അത് മറന്നുപോകല്. അവിടെ നടക്കുന്ന റിയാക്ഷനാണ് ഞാൻ പറഞ്ഞത്. കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ റിഡക്ഷനും ആനോഡിൽ നടക്കുന്നത് ഓക്സിഡേഷനുമാണ്. അപ്പോൾ കാഥോഡിൽ നടക്കേണ്ടത് എന്താ? റിഡക്ഷൻ ആണ്. റിഡക്ഷൻ എന്ന് വെച്ചാൽ എന്താ? അക്സെപ്റ്റ് ഇലക്ട്രോൺ. എന്താണ്? അക്സെപ്റ്റ് ഇലക്ട്രോൺ. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ലോസ് ഇലക്ട്രോൺ അല്ലെങ്കിൽ ഡൊണേറ്റ് ഇലക്ട്രോൺ എന്ന് പറയാം. ലോസ് ഇലക്ട്രോൺ അല്ലെങ്കിൽ ഡൊണേറ്റ് ഇലക്ട്രോൺ. അപ്പോൾ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുകയാണ്. ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യണം. ഇയാൾ ഒരു പോസിറ്റീവ് അല്ലേ? ഒരു പോസിറ്റീവ് ആകുമ്പോൾ എത്ര? കാരണം ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവാണ്. നമുക്കറിയാം ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവാണ്. അപ്പം നമുക്ക് കിട്ടേണ്ടത് ന്യൂട്രൽ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് കിട്ടേണ്ടത്. അത്ര ചിന്തിച്ചാൽ മതി. നമ്മൾ ഇലക്ട്രോളിസിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും കിട്ടുന്നത് എന്താണ്? ഒരു ന്യൂട്രൽ ആയിട്ടുള്ള പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ ചാർജ് 0 ആകുന്ന ഒരു പ്രോഡക്റ്റാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ എനിക്ക് Na+ അല്ലേ കിടക്കുന്നത്? Na+. ആ പ്ലസിന് എനിക്ക് 0 ആവണമെങ്കിൽ ഞാൻ എത്ര ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യണം? ഒരു ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്താൽ പോരെ? Na+1 ആണ്. അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്താൽ ഒരു ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ അതെന്തായി മാറും? Na ആയിട്ട് മാറും. മാറത്തില്ലയോ? ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ്. അപ്പോൾ എന്തായി? 0 ആയി പോകത്തില്ലേടെ? അപ്പോൾ എന്തായി മാറും? Na ആയിട്ട് മാറും. ഇതാണ് കാഥോഡിലെ റിയാക്ഷൻ. ഇനി നമുക്ക് ആനോഡ് നോക്കാം. ആനോഡ് സിമ്പിളായിട്ടുള്ള കാര്യം. ആനോഡിനകത്ത് ആരാ പോകേണ്ടത്? ക്ലോറിൻ അല്ലയോ? നോക്കിയേ ക്ലോറിൻ. അപ്പോൾ ക്ലോറിൻ എന്ത് ചെയ്യണം? നമുക്കറിയാം ആനോഡിൽ ഓക്സിഡേഷൻ ആണ്. ഇലക്ട്രോണിനെ ലോസ് ചെയ്യണം. ഓക്കെ, ഇയാൾക്ക് നെഗറ്റീവ് ചാർജ് അല്ലയോ? അപ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ ഒരിക്കലും ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇലക്ട്രോണിനെ എന്ത് ചെയ്യണം? ലോസ് ചെയ്യണം. കാരണം ഇലക്ട്രോണിൻ്റെ എണ്ണം കൂടുതലായതുകൊണ്ടാണ് നെഗറ്റീവ് ആയത് ആണേ. അതുകൊണ്ട് ഇയാൾ എന്ത് ചെയ്യണം? ഇലക്ട്രോണിനെ കൂടുതലായിട്ടുള്ള ഇലക്ട്രോണെങ്കിലും കളഞ്ഞാൽ മതി അല്ലയോ? അപ്പോൾ എത്ര കൂടുതലുണ്ട്? ഒരു ഇലക്ട്രോണാണ് അധികമുള്ളത് അല്ലയോ? ഒരു ഇലക്ട്രോൺ അധികമുണ്ട്. പ്രോട്ടോണിനെയും കാട്ടിയും ഒരു ഇലക്ട്രോൺ അധികമുണ്ട്. അതുകൊണ്ടാണ് നെഗറ്റീവ് ചാർജ് വന്നത്. ആ അധികമുള്ള ഇലക്ട്രോണെങ്കിൽ ലോസ് ചെയ്യണം. ലോസ് ചെയ്താൽ എപ്പോഴും നമ്മൾ റൈറ്റ് സൈഡിലാണ് എഴുതുന്നത്. ഒരു ഇലക്ട്രോണിൽ ലോസ് ചെയ്യുന്നേ. ഒരു ഇലക്ട്രോണിനെ ലോസ് ചെയ്യുമ്പോൾ ഇയാൾ എന്തായി? Cl ആയി. Cl ആകുമ്പോഴത്തേക്ക് ഒരു ഇലക്ട്രോൺ ലോസ് ആയി. അപ്പോൾ എന്തായി? ആനോഡിലെ റിയാക്ഷനായി. നമുക്കറിയാം, നമ്മുടെ ലോജിക്കൽ മൈൻഡിൽ അറിയാവുന്ന കാര്യമാണ്. ക്ലോറിൻ നമ്മൾ കൊച്ചിലെ പഠിക്കുന്നതാണ്, 8ാം ക്ലാസ് തൊട്ടേ പഠിക്കുന്നത്. Cl ആയിട്ട് നിൽക്കത്തില്ല, എപ്പോഴും എന്തായിട്ട് നിൽക്കുള്ളൂ? Cl2 ആയിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ Cl2 ആവണമെങ്കിൽ മിനിമം 2 ക്ലോറിൻ വേണം. അപ്പോൾ ഞാനിവിടെ എന്തെടുത്ത് കൊടുത്തായി? 2 ക്ലോറിൻ എടുക്കും. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? Cl2 ആയിട്ട് മാറും. അപ്പോൾ എത്ര ഇലക്ട്രോൺ പോവും? 2 ഇലക്ട്രോൺ പോവും. ഓക്കെ, 2 ഇലക്ട്രോൺ പോവും. ഇവിടെ 2 ഇലക്ട്രോൺ പോകണമെങ്കിൽ ഇവിടെ നിന്ന് 2 ഇലക്ട്രോണിനെ എന്ത് ചെയ്തിരിക്കണം? സ്വീകരിക്കണം.
ഇവിടെ നിന്ന് കളയുന്ന ഇലക്ട്രോണെ ഇവിടെ നിന്ന് ഇയാൾ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്, അല്ലാതെ വേറെ ഇലക്ട്രോൺ കിട്ടുമോ? അപ്പോൾ ഇവൻ കളഞ്ഞ ഇലക്ട്രോണെ ഇയാൾ സ്വീകരിക്കണമെങ്കിൽ ഇവിടെ ഞാൻ എത്ര എൻ എടുക്കണം? 2 എൻ എടുക്കണം. 2 ഇലക്ട്രോൺ ആവും 2 എൻ ആയിട്ട് മാറും. 2 എൻ ആയിട്ട് മാറും. ഇത്രയേ ഉള്ളൂ ആനോഡിലെയും കാഥോഡിലെയും റിയാക്ഷൻ. ഇതിൽ നമുക്ക് മനസ്സിലാക്കാം കാഥോഡിൽ കിട്ടുന്നത് ആരാണ്? കാഥോഡിൽ നമുക്ക് കിട്ടുന്നത് സോഡിയവും, ആനോഡിൽ കിട്ടുന്നത് ആരാണ്? ആനോഡിൽ കിട്ടുന്നത് Cl2 ഗ്യാസുമാണ്. ആനോഡിൽ കിട്ടുന്നത് Cl2 ഗ്യാസ് ആണ്. അപ്പോൾ ഞാൻ NaCl ഡീകമ്പോസ് ചെയ്താൽ NaCl ഇലക്ട്രോളിസിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? Na-യും Cl2 കിട്ടുമെന്ന് പറയാം. അപ്പോൾ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇവിടെ 2 ഇട്ട് കൊടുക്കും, ഇവിടെയും 2 ഇട്ട് കൊടുത്തായി. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് ആയി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഈ പോയിന്റ് അറിയണം. അതായത് ഒരു കോമ്പൗണ്ട് എടുത്താൽ അതിനകത്തുള്ള അയോൺസ് ഏതെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണ് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറഞ്ഞ കണക്ക് ചിന്തിച്ച് നോക്കുക. കാഥോഡിലാണെങ്കിൽ കാറ്റോണേ പോവുള്ളൂ. അപ്പം കാറ്റോൺ എന്താവും? Na+ ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യും. പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്ത് എന്താവും? സാധാ നമ്മുടെ ഒരു ന്യൂട്രൽ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആയിട്ട് മാറും. അതുപോലെ ക്ലോറിൻ ആകുമ്പോൾ മൈനസ് ആണ്. മൈനസ് ആവണമെങ്കിൽ ഇലക്ട്രോൺ അധികം ഉണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ അയാൾ ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യണം. ഡൊണേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു മൈനസ് ആയതുകൊണ്ട് ഒരു ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യും, എന്നിട്ട് Cl ആയിട്ട് മാറും. പക്ഷേ നമുക്കറിയാം Cl ആയിട്ട് ഇരിക്കത്തില്ല, അത് Cl2 ആയിട്ട് മാറും. Cl2 ആയിട്ട് മാറണമെങ്കിൽ 2 ഇലക്ട്രോണിനെ 2 Cl- 2 ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്തായി മാറും? Cl2 ആയിട്ട് മാറും. അപ്പം നമുക്കിവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇതറിയണം. ഞാൻ ഇപ്പോൾ നമ്പർ ഇടുന്ന സാധനങ്ങൾ മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കണം. 3 കാര്യങ്ങൾ. ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൺ NaCl അറിഞ്ഞിരിക്കേണ്ടത് ഈ 3 കാര്യങ്ങൾ മാത്രം. ഈ 3 അല്ല, ഈ ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കണം. 4. അത് നമുക്ക് ഇത് എഴുതുമ്പോൾ തന്നെ കിട്ടും. ജസ്റ്റ് ഞാൻ പ്രോഡക്റ്റുകൾ അറിയാൻ വേണ്ടി കാണിച്ചതന്നേ ഉള്ളൂ. അപ്പോൾ ഈ 4 പോയിന്റ് നിങ്ങൾ വൃത്തിയായിട്ട് പഠിച്ചു ചേരണം. ഈ 4 പോയിന്റിൽ നിന്ന് മാത്രമേ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വരുള്ളൂ. ഓക്കെ, ഈ 4 പോയിന്റ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൺ NaCl അല്ലെങ്കിൽ മോൾട്ടൺ NaCl അയോൺസ് ഏതൊക്കെ എന്ന് ചോദിച്ചാൽ Na+ഉം Cl- എഴുതാൻ അറിയണം. പിന്നെ അറിയേണ്ടത് കാഥോഡിലെ റിയാക്ഷൻ ചോദിക്കും, ആനോഡിലെ റിയാക്ഷൻ ചോദിക്കും. കാഥോഡിലെ പ്രോഡക്റ്റ് ചോദിക്കും, ആനോഡിലെ പ്രോഡക്റ്റ് ചോദിക്കും. പിന്നെ നമുക്കാണെങ്കിൽ ഈ ഓവറാൾ ഇക്വേഷൻ ചിലപ്പം ചോദിക്കാതിരിക്കാം. അതങ്ങനെ കൂടുതൽ ചോദിച്ച് കണ്ടിട്ടില്ല. ഇത് നമ്മൾ അറിവിലിരിക്കേണ്ട കാര്യമാണ്. NaCl നമ്മൾ ഇലക്ട്രോളിസ് ചെയ്താൽ 2 Na-യും ക്ലോറിനുമാണ് നമുക്ക് കിട്ടുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. അതുകൊണ്ട് ഞാൻ അതും കൂടെ എടുത്ത് കാണിച്ചത്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൺ NaCl എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഇല്ലയോ? അപ്പോൾ ഇനി നമുക്ക് അടുത്തത് പഠിക്കാം. ഇലക്ട്രോളിസിസ് ഓഫ് NaCl സൊല്യൂഷൻ. മോൾട്ടൺ എന്ന് വെച്ചാൽ എന്താ? മലയാളത്തിൽ പറഞ്ഞാൽ ഉരുകിയ NaCl എന്നാണ്. ഇനി പഠിക്കേണ്ടത് ജലീയ ലായനി, NaClന്റെ ജലീയ ലായനി. ഓക്കെ, അപ്പോൾ മോൾട്ടൺ NaCl ആയി. ഇനി NaCl സൊല്യൂഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അടുത്ത ഏതാണ്? ഇലക്ട്രോളിസിസ് ഓഫ് NaCl സൊല്യൂഷൻ. ഇലക്ട്രോളിസിസ് ഓഫ് NaCl സൊല്യൂഷൻ. ഇലക്ട്രോളിസിസ് ഓഫ് NaCl സൊല്യൂഷൻ അല്ലെങ്കിൽ NaCl ലായനി. ഓക്കെ, ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമ്മൾ ആദ്യം സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പിച്ചോണം അതിനകത്ത് ആര് കാണും? NaCl കാണും, വാട്ടറും കാണും എന്നാണ് അർത്ഥം, ഇല്ലയോ? സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ NaCl കാണും, വാട്ടറും. ഇത് രണ്ടും കൂടെ ചേർന്നിട്ടല്ലേ NaCl സൊല്യൂഷൻ ആകത്തുള്ളൂ. അപ്പോൾ NaCl സൊല്യൂഷൻ. അപ്പോൾ നമ്മളിതിൽ ആദ്യം ഇതിനകത്തുള്ള അയോൺസ് ഏതൊക്കെയെന്ന് നോക്കണം. അയോൺസ് NaClനകത്ത് 2 പേരുണ്ട്. Na+ എന്ന് പറയുന്ന അയോണും Cl- എന്ന് പറയുന്ന അയോണും ഉണ്ട്, ഇല്ലയോ? നമുക്കറിയാം വാട്ടറിനകത്ത് 2 അയോൺസ് ഉണ്ട്. H2O സ്പ്ലിറ്റ് ആയി കഴിഞ്ഞാൽ H+ഉം OH- എന്ന് പറയുന്ന 2 അയോൺസ് ഉണ്ട്, ഇല്ലയോ? ഏത് കോമ്പൗണ്ട് എടുത്താലും 2 അയോൺസ് ആണ്. നമ്മൾ ഈ H+ന്റെ ഒരു പ്രശ്നമുണ്ട്. ഈ H+ ഉണ്ടായി കഴിഞ്ഞാൽ അപ്പോഴേ വേറൊരു വാട്ടർ മോളിക്യൂളായിട്ട് ചേർന്നിട്ട് അതെന്തായി മാറും? H3O+ എന്ന് പറയുന്ന ഹൈഡ്രോണിയം അയോണായിട്ട് മാറും. എന്താണ് ഇപ്പം പറഞ്ഞ കാര്യം? H2O സ്പ്ലിറ്റ് ആയി കഴിഞ്ഞാൽ H+ഉം OH- എന്ന് പറയുന്ന അയോൺസായി മാറും. അതിൽ ഈ H+ ഉണ്ടായി കഴിഞ്ഞാൽ അയാൾ അവിടെ വെറുതെ ഇരിക്കത്തില്ല. അപ്പോഴെന്ത് ചെയ്യും? അടുത്തുള്ള ഒരു വാട്ടർ മോളിക്യൂളായിട്ട് കൂടിച്ചേർന്ന്, വാട്ടറിൻ്റെ തന്മാത്രയായിട്ട്, ജലത്തിൻ്റെ തന്മാത്രയായിട്ട് കൂടിച്ചേർന്ന് H3O+ എന്ന് പറയുന്ന അയോണായിട്ട് മാറും. H3O+ എന്ന് പറയുന്ന അയോണായിട്ട് മാറും. അപ്പോൾ നമുക്ക് അവിടെ H+ ഉണ്ടാകത്തില്ല. അവിടെ എന്തേ ഉണ്ടാകത്തുള്ളൂ? H3O+ എന്ന് പറയുന്ന അയോൺ ഉണ്ടാവും. പിന്നെ OH- എന്ന് പറയുന്ന അയോണും ഉണ്ടാവും, ഇല്ലയോ? OH അവിടെ ഉണ്ടല്ലോ, OH അവിടെ നിന്നും പോയിട്ടില്ല. അപ്പോൾ ആ OH- എന്ന് പറയുന്ന അയോണും ഉണ്ടാവും, അല്ലയോ? അപ്പോൾ നമുക്ക് 4 അയോൺസ് ഉണ്ട്. Na+, Cl-, H3+, OH-. പിന്നെ സ്പ്ലിറ്റ് ആവാത്ത ആരും കാണും. അത് അയോൺസിൽ ഉൾപ്പെടുന്നില്ല. സ്പ്ലിറ്റ് ആവാത്ത ആരും കൂടെ കാണും. നമ്മൾ
വാട്ടറിനെയും കൂടെ ഇതിനകത്ത് കൺസിഡർ ചെയ്യും. ഓക്കെ, വാട്ടറിനെ കൂടെ നമ്മൾ വച്ചേക്കും. ഓക്കെ, വാട്ടർ മോളിക്യൂളും കാണുമല്ലോ, സ്പ്ലിറ്റ് ആവാത്ത വാട്ടർ മോളിക്യൂൾസ് കൂടെ കാണും. കാരണം അവിടെ H+ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ കമ്പൈൻ ചെയ്യാനായിട്ട് വാട്ടറൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യുക, അതെങ്ങനെ തന്നെ H2 ആയിട്ട് തന്നെ അവിടെ തന്നെ കാണും. അതുകൊണ്ട് ഇങ്ങനത്തെ വാട്ടർ മോളിക്യൂൾസും അല്ലെങ്കിൽ വാട്ടറിൻ്റെ തന്മാത്രകളും എന്ത് ചെയ്യും, ജലത്തിൻ്റെ തന്മാത്രകളും അവിടെ കാണുമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കും. അപ്പോൾ ഇത്രയും പേരെ വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇലക്ട്രോളിസിസിൻ്റെ ഇക്വേഷൻസ് എഴുതാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ആനോഡ് എഴുതാം. ആനോഡിലെ റിയാക്ഷനാണ് എഴുതേണ്ടത്. ആനോഡിൽ വരാൻ സാധ്യതയുള്ള ആരൊക്കെയാണ്? ആനോഡിൻ്റെ ചാർജ് എന്താണ്? പോസിറ്റീവാണ്. ആനോഡിൻ്റെ ചാർജ് പോസിറ്റീവാണ്. അപ്പോൾ നെഗറ്റീവ് അയോൺസാണ് വരേണ്ടത്. നെഗറ്റീവ് ആരൊക്കെയുള്ളത്? ക്ലോറിനും ഉണ്ട്, OH- ഉണ്ട്, അല്ലയോ? അപ്പോൾ ഇവിടെ വരാൻ സാധ്യതയുള്ളത് ക്ലോറിൻ വരാം, OH- വരാം. ഒരു സമയത്ത് ഒരാൾക്ക് മാത്രമേ ആനോഡിൽ പോയി പറ്റിയിരിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ 2 പേരും കൂടെ ഒത്തു പോകാൻ പറ്റത്തില്ല. ഓക്കെ, അതുകൊണ്ട് ആനോഡിൽ നടക്കേണ്ട റിയാക്ഷൻ എന്താ? ഓക്സിഡേഷനാണ്. ഓക്കെ, അപ്പോൾ ആനോഡിൽ ഓക്സിഡേഷനാണ് നടക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആരെയും കൂടെ നോക്കണം? വാട്ടർ. ഇയാൾ ചാർജ് ഒന്നും ഇല്ലാതെ ചുമ്മാ ഇരിക്കുകയല്ലേ. അപ്പോൾ നമ്മൾ ഈ 3 പേരെയും കൂടെ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ഇതിൽ ക്ലോറിനാണ് എവരെക്കാട്ടി, Cl- എല്ലാവരെയും കാട്ടി ഓക്സിഡേഷൻ ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുതൽ. എന്ന് വെച്ചാൽ ഓക്സീകരണം ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുതൽ ആർക്കാണ്? നമ്മുടെ ക്ലോറിനാണ്. അപ്പം എബിലിറ്റി കൂടുതലുള്ള ആൾക്കല്ലയോ അവിടെ പോയി ഇരിക്കാൻ പറ്റത്തുള്ളൂ, അല്ലയോ? നമ്മളൊരു ജോലിക്ക് പോയാലും അതിൽ ബെസ്റ്റ് ആയിട്ടുള്ള ആൾ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ജോലിക്ക് സെലക്ട് ചെയ്യത്തുള്ളൂ. അതുപോലെ തന്നെയാണ് ഇവിടെയും ചിന്തിച്ച് നോക്കുക. ഒരു 3 പേര് ഇരിക്കുകയാണ്, 3-ൽ ക്ലോറിനാണ് 2 പേരെ കാട്ടിയും ബെറ്റർ. അപ്പോൾ ആരെയും നമ്മൾ എടുക്കും? ക്ലോറിനെ എടുക്കണം. പിന്നെ സിമ്പിൾ കാര്യം, നേരത്തെ എഴുതിയ കാര്യം, Cl- ആണേ. Cl- ആണെങ്കിൽ അതെന്തായി മാറും? Cl ആയിട്ട് മാറും, 1 ഇലക്ട്രോണെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട്. അത് നേരത്തെ പറഞ്ഞ കാര്യമാണ്, അതൊന്നും കൂടെ പറയുന്നില്ല. ഓക്സിഡേഷൻ ആകുമ്പോൾ ഇലക്ട്രോണെ ഡൊണേറ്റ് ചെയ്യണം. അപ്പോൾ Cl- എന്ത് ചെയ്യും? Cl ആയിട്ട് മാറും. നമുക്കറിയാം Cl2 ആയി മാറണം. അപ്പോൾ നമ്മൾ എന്തായി? 2Cl- Cl2 + 2 ഇലക്ട്രോൺ. 2Cl- Cl2 + 2 ഇലക്ട്രോൺ ആയിട്ട് മാറും. ഓക്കെ, ക്ലിയർ ആണല്ലോ? എല്ലാവർക്കും മനസ്സിലായി? ആനോഡിലെ റിയാക്ഷൻ മനസ്സിലായി. ഇത് നമുക്ക് എഴുതാം. ആനോഡിൽ കിട്ടുന്നത് എന്താ? ആനോഡിൽ കിട്ടുന്നത് Cl2 ഗ്യാസാണ്. Cl2 ഗ്യാസാണ്. അത് നമ്മൾ എഴുതി വെച്ചു. ഓക്കെ, ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് കാഥോഡിൻ്റെ ചാർജ് എന്താ? നെഗറ്റീവാണ്. അപ്പോൾ ഇതിനകത്ത് പോസിറ്റീവ് ആൾക്കാരല്ലേ പോകുന്നത്. അപ്പോൾ ആർക്കൊക്കെ പോവാം? Na+ന് സാധ്യതയുണ്ട്. പിന്നെ ആർക്കുണ്ട്? H3O+ന് സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ വാട്ടർ, ഇയാളൊന്നും ഇല്ലാതിരിക്കുന്നുണ്ട്, ചാർജ് ഇല്ലാതെയൊക്കെ ഇരിക്കുന്നുണ്ട്. ഇവരെ 3 പേരെ നമ്മൾ കൺസിഡർ ചെയ്യും. കാഥോഡിൽ നടക്കേണ്ട റിയാക്ഷൻ എന്താ? റിഡക്ഷൻ ആണ്. അപ്പോൾ ഇവരിൽ 3-ൽ റിഡക്ഷൻ ചെയ്യാനുള്ള കഴിവ് ആർക്കാണോ കൂടുതൽ അയാളായിരിക്കും കാഥോഡിൽ പോകേണ്ടത്. ഓക്കെ, റിഡക്ഷൻ കപ്പാസിറ്റി കൂടുതൽ ആരെന്ന് ചോദിച്ചാൽ ഇവരെ 3 പേരെ കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ വാട്ടറിനാണ് റെഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുതലുള്ളത്. ഓക്കെ, നിരോക്സീകരണം ചെയ്യാനുള്ള കഴിവ് കൂടുതൽ ആർക്കാണ്? വാട്ടറിനാണ്. എന്ന് വെച്ചാൽ നമ്മൾ നോക്കിയേ, വാട്ടറിനകത്തുള്ള അയോൺസുകൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, H+ഉം OH- ആണ്. ഇത് ഞാൻ ഇനി പറയുന്നില്ല. ഓക്കെ, എഴുതിയിട്ടേക്കുന്നു, നോക്കാം. അപ്പോൾ കാഥോഡ് എന്ന് വെച്ചാൽ റിഡക്ഷൻ ആണ്. റിഡക്ഷൻ എന്ന് വെച്ചാൽ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യണം. ഇയാൾ ന്യൂട്രലാണ്. അപ്പോൾ ഇയാൾക്ക് എന്തായാലും ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്ത് ഇനി വേറെ ഒരു സാധനമായിട്ട് മാറാനൊന്നും പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഇയാൾക്ക് അകത്ത് ഉള്ള ആൾക്കാർ നമ്മളൊന്ന് നോക്കണം. H2Oയ്ക്ക് അകത്തുള്ള ആൾക്കാരെ നമ്മൾ നോക്കും. H+ഉം OH- ആണ്. H+ഉം OH- ആണ്. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് ഇതിൽ ആരായിരിക്കും ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതാ, പോസിറ്റീവ് ചാർജുള്ള ആളായിരിക്കും ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യേണ്ടത്, അല്ലയോ? അപ്പം ഞാൻ ഇതിനകത്ത് H2-വിനകത്ത് 1 ഇലക്ട്രോണിനെ ഞാൻ കൊടുക്കുകയാണെങ്കിൽ 1 ഇലക്ട്രോണിനെ ഞാൻ കൊടുത്തേനെ. 1 ഇലക്ട്രോണിനെ കൊടുക്കുമ്പോഴത്തേക്ക് ആ 1 ഇലക്ട്രോൺ ആരായിരിക്കും അക്സെപ്റ്റ് ചെയ്യുന്നത്? ഇതിനകത്തുള്ള H+ ആണ്. H2Oയ്ക്ക് അകത്തുള്ള H+ ആയിരിക്കും അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ H+ 1 ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്താൽ എന്തായി മാറും? H ആയിട്ട് മാറും. Hഉം പിന്നെ OH- അതുപോലെ തന്നെ ഇരിക്കും. അയാൾക്കൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് അയാൾ അതുപോലെ തന്നെ ഇരിക്കും. ക്ലിയർ ആണോ? അപ്പോൾ വാട്ടറിനകത്തോട്ട് ഞാൻ 1 ഇലക്ട്രോൺ, വാട്ടറിനകത്ത് H+ഉം OH- ഉണ്ട്. അപ്പോൾ വാട്ടറിനകത്തോട്ട് ഞാൻ 1 ഇലക്ട്രോണിനെ കൊടുത്താൽ എനിക്ക് Hഉം കിട്ടും. കാരണം H ഒന്നല്ലേ ഉള്ളൂ, പ്ലസ് ആണ്. ആ H+ ആണ് എന്ത് ചെയ്യുന്നത്? ഈ 1 ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് H ആയിട്ട് മാറും, പിന്നെ OH- ആയിട്ട് മാറും. ഓക്കെ, എന്നൊക്കറിയാം H ആയിട്ട് അവിടെ ഇരിക്കത്തില്ല, പുള്ളിക്കാരൻ H ആയിട്ട് ഇരിക്കത്തില്ല, H2 ആയിട്ട് ഇരിക്കുള്ളൂ. അപ്പോൾ എനിക്ക് എത്ര H+ വേണം? 2 H+ വേണം. 2 H+ ആണെങ്കിൽ എത്ര വാട്ടർ എടുക്കണം? 2H2 എടുക്കണം. 2H2 എടുക്കണം. ഓക്കെ, 2H2 എടുക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 2H2 ആകുമ്പോഴത്തേക്ക് 2H+ഉം 2OH- കിട്ടും. 2H+ഉം 2OH- കിട്ടും. കിട്ടത്തില്ലേ? ഇപ്പോൾ 2H+നകത്തോട്ട് എനിക്ക് എന്ത് ചെയ്യാം? എത്ര ഇലക്ട്രോൺ കൊടുക്കേണ്ടി വരും? 2 ഇലക്ട്രോൺ കൊടുക്കേണ്ടി വരും. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും?
H2 പ്ലസ് 2OH മൈനസ് ആയി മാറും. H2 പ്ലസ് 2OH മൈനസ് ആയിട്ട് മാറും. ഇതാണ് ഇവിടുത്തെ തിയറി, മനസ്സിലാക്കി വെക്കേണ്ട കാര്യം. ഓക്കെ, അപ്പം ഇവരെ 3 പേരെയും കൂടെ ഞാൻ എടുക്കുമ്പോൾ റെഡ്യൂസിങ് കപ്പാസിറ്റി കൂടുതൽ വാട്ടറിനാണ്. ഇവരെ 3 പേരെ വെച്ച് നോക്കുമ്പോൾ അപ്പോൾ വാട്ടറിനകത്തോട്ട് വേണം ഞാൻ ഇലക്ട്രോണെ കൊടുക്കാൻ. വാട്ടറിനകത്ത് ഇലക്ട്രോണെ കൊടുത്താൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിനകത്ത് വേറെ ആരൊക്കെ ഉണ്ടെന്ന് നോക്കും. വാട്ടറിനകത്തുള്ളത് H+ഉം OH മൈനസും ആണ്. ഓക്കെ, അതിൽ H+ ആയിരിക്കും പോസിറ്റീവ് ചാർജുള്ള ആൾ ഇലക്ട്രോണെ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ, എന്നാലും ന്യൂട്രൽ ആവാൻ പറ്റുള്ളൂ. മറ്റാൾ ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്താൽ പിന്നെ നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയുള്ളൂ. അതുകൊണ്ട് പോസിറ്റീവ് ചാർജുള്ള ആൾ എന്ത് ചെയ്യും, വാട്ടറിനകത്ത് കൊടുക്കുന്ന ഇലക്ട്രോണെ ആക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ H2നകത്ത് ഞാൻ ഇലക്ട്രോണെ കൊടുത്തു കഴിഞ്ഞാൽ ആക്സെപ്റ്റ് ചെയ്താൽ എന്ത് ചെയ്യും, Hഉം OH മൈനസ് ആയിട്ട് മാറും. നമുക്കറിയാം ഒരിക്കലും H ആയിട്ട് ഇരിക്കത്തില്ല, H2 ആയിട്ട് ഇരിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, 2 വാട്ടർ മോളിക്യൂൾ എടുക്കണം. അപ്പോൾ എത്ര ഇലക്ട്രോൺ ആവും, 2 ഇലക്ട്രോൺ കൊടുക്കേണ്ടി വരും. 2 ഇലക്ട്രോൺ കൊടുക്കുമ്പോൾ എന്ത് കിട്ടും, H2ഉം OH മൈനസും കിട്ടും. അപ്പം നമുക്ക് എഴുതാം കാതുള്ള റിയാക്ഷൻ എന്താണ്, 2H2O പ്ലസ് 2 ഇലക്ട്രോൺ ഗീവ്സ് H2 പ്ലസ് 2OH മൈനസ്. H2 പ്ലസ് 2OH മൈനസ്. ഇതാണ് കാഥോഡിലെ റിയാക്ഷൻ. ഇതെങ്ങനെ കിട്ടി എന്നതാണ് ഞാനിവിടെ എഴുതി കാണിച്ചത്. എന്തുകൊണ്ട് ഇതെങ്ങനെയായി അതാണ് ഞാനിവിടെ എഴുതി കാണിച്ചത്. നല്ലവണ്ണം മനസ്സിലാക്കി കാണുമല്ലോ. കാര്യം മനസ്സിലാക്കി പഠിച്ചാൽ നിങ്ങൾക്ക് പിന്നെ തെറ്റത്തില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പം നമുക്ക് എഴുതാം നമ്മുടെ കാഥോഡിൽ കിട്ടിയ പ്രോഡക്റ്റ് ഏതാ, കാഥോഡിൽ കിട്ടിയ പ്രോഡക്റ്റ് ഏതാ, ഹൈഡ്രജൻ ഗ്യാസ്. കാഥോഡിൽ കിട്ടിയ പ്രോഡക്റ്റ് ഏതാണ്, ഹൈഡ്രജൻ ഗ്യാസ്. ഓക്കെ, ഹൈഡ്രജൻ ഗ്യാസ്. അപ്പം നമ്മൾ അയോൺസ് ഒക്കെ ഒരു ഇതായല്ലോ, ആയില്ലയോ. ഇനി നോക്കി, നമുക്കിവിടെ Na+ എന്ന് പറയുന്ന ആളുമുണ്ട്, പിന്നെ ഇവിടെയൊക്കെ കിട്ടുന്ന OH- എന്ന് പറയുന്ന ആൾക്കാരും കാണും. അവർ ചുമ്മാ ഇരിക്കത്തില്ല, ആ Na+ഉം OH- കൂടെ തമ്മിൽ കൂടി ചേർന്ന് അവിടെ എന്തായി മാറും, NaOH എന്ന് പറയുന്ന ഒരു സൊല്യൂഷനായിട്ടും കൂടെ മാറും. NaOH എന്ന് പറയുന്നത് എന്തായിട്ടും കൂടെ മാറും, സൊല്യൂഷനും കൂടെ ആയിട്ട് മാറും. അപ്പം നമ്മൾ NaCl സൊല്യൂഷനെ ഇലക്ട്രോളിസിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്തൊക്കെ കിട്ടുന്നത്, ഹൈഡ്രജൻ ഗ്യാസ് കിട്ടും, ക്ലോറിൻ ഗ്യാസ് കിട്ടും, പിന്നെ ആരെയും കൂടെ കിട്ടും, NaOH എന്ന് പറയുന്ന ഒരു സൊല്യൂഷനും കിട്ടും. NaOH എന്ന് പറയുന്ന എന്തും കിട്ടും, സൊല്യൂഷനും കിട്ടും. അപ്പം ഇതൊന്നും നിങ്ങൾ അറിയണമെന്നില്ല, ജസ്റ്റ് ഇതറിയണം, എന്തൊക്കെ കിട്ടുമെന്ന് അറിഞ്ഞിരിക്കണം. റിസൾട്ടായിട്ട് നമുക്ക് എഴുതേണ്ടി വരും. പക്ഷേ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അയോൺസുകൾ ഏതൊക്കെയെന്ന് അറിയണം. പിന്നെ കാഥോഡിലെ റിയാക്ഷൻ, ആനോഡിലെ പ്രോഡക്റ്റ്, കാഥോഡിലെ റിയാക്ഷൻ, കാഥോഡിലെ പ്രോഡക്റ്റ്. കാഥോഡിലെ റിയാക്ഷനാണ് കൺഫ്യൂഷൻ വരുന്നത്. അതെങ്ങനെ കിട്ടിയെന്ന് ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. ഇത് മസ്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, ഇതിലാണ് എല്ലാവർക്കും ഡൗട്ട് വരുന്നത്. എന്ത് ചെയ്യുക, ഡൗട്ട് വരാതിരിക്കുക, നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കുക. ഓക്കെ, ഇപ്പോൾ NaCl സൊല്യൂഷനും പഠിച്ചു, NaClൻ്റെ മോൾട്ടനും പഠിച്ചു, മോൾട്ടൻ NaClൻ്റെ കാര്യവും പഠിച്ചു, NaCl സൊല്യൂഷനും പഠിച്ചു. ഇതാണ് ഇലക്ട്രോളിസിസ് എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് നമുക്ക് ചോദിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയി കാണുമല്ലോ. ഇതിൽ വലിയ ഡൗട്ട്സ് ഒന്നും വരത്തില്ലല്ലോ ഇനി ആർക്കും, എല്ലാവർക്കും ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലോട്ട് പോവാം. ഓക്കെ ആണോ? ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് NaClന് പകരം ചിലപ്പം ചോദിക്കുന്നത് KCl ചോദിക്കാം കേട്ടോ. KCl ചോദിച്ചാൽ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നമുക്ക് Na വന്ന സ്ഥലത്ത് ആര് വന്നേ ഉള്ളൂ, K വന്നേ ഉള്ളൂ. Na എഴുതിയത് എവിടെയാണോ അവിടെ എല്ലാം K ആക്കി കൊടുക്കുക. നമ്മളിപ്പം പഠിച്ചതിൽ Na എവിടെയൊക്കെ വന്നിട്ടുണ്ടോ Naക്ക് പകരം എന്ത് ഇട്ട് കൊടുക്കുക, K വെച്ച് ചെയ്യുക. ദാറ്റ്സ് ഓൾ. അത്രയേ ഉള്ളൂ KClൻ്റെ കാര്യം. ക്ലിയർ ആയി കാണുമല്ലോ. ഇനി നമുക്ക് പഠിക്കേണ്ടത് പ്രാക്ടിക്കൽ യൂട്ടിലിറ്റി ഓഫ് ഇലക്ട്രോളിസിസ്. ഇലക്ട്രോളിസിസിൻ്റെ പ്രാക്ടിക്കൽ യൂട്ടിലിറ്റി വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം, 4 കാര്യങ്ങൾ മാത്രം. ഓക്കെ, പ്രാക്ടിക്കൽ യൂട്ടിലിറ്റീസ് ഓഫ് ഇലക്ട്രോളിസിസ് ചോദിച്ചു കഴിഞ്ഞാൽ 4 കാര്യങ്ങൾ: പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ്, പ്രൊഡക്ഷൻ ഓഫ് നോൺ മെറ്റൽസ്, പ്രൊഡക്ഷൻ ഓഫ് കോമ്പൗണ്ട്സ്, റിഫൈനിങ് ഓഫ് മെറ്റൽസ്. ഈ 4 പോയിന്റ് എഴുതി വെച്ചാൽ മതി. പിന്നെ അതിന് എക്സാമ്പിളും കൂടെ ജസ്റ്റ് പഠിച്ചു വെച്ചേക്കുക. പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, ഇങ്ങനെയുള്ള എക്സാമ്പിൾ എഴുതി വയ്ക്കുക. പ്രൊഡക്ഷൻ ഓഫ് നോൺ മെറ്റൽസ് ഹൈഡ്രജൻ, ക്ലോറിൻ, നൈട്രജൻ, ഇത് എഴുതി വയ്ക്കുക. ഓക്സിജൻ, ഇതൊക്കെ എഴുതി വയ്ക്കുക. പ്രൊഡക്ഷൻ ഓഫ് കോമ്പൗണ്ട്സ് ചോദിച്ചാൽ KOH, NaOH, എക്സെട്ര. റിഫൈനിങ് ഓഫ് മെറ്റൽസ്, മെറ്റൽസിൻ്റെ റിഫൈനിങ്ങിന് യൂസ് ചെയ്യുന്നത് അലുമിനിയം, പിന്നെ ഏതാ നമ്മുടെ സോഡിയം, പൊട്ടാസ്യം, എക്സെട്ര. റിഫൈനിങ് ഓഫ് മെറ്റൽസ് അതും അങ്ങനെ എഴുതി വയ്ക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇത്രയും എഴുതുമ്പോൾ തന്നെ എന്തായി, പ്രാക്ടിക്കൽ യൂട്ടിലിറ്റി ഓഫ് ഇലക്ട്രോളിസിസ് പഠിച്ചു വെച്ചേക്കണം.
പ്രാക്ടിക്കൽ യൂട്ടിലിറ്റീസ് ഓഫ് ഇലക്ട്രോളിസിസ് ആണ് ഞാൻ ഇപ്പം പറഞ്ഞത്. പ്രാക്ടിക്കൽ യൂട്ടിലിറ്റീസ് ഓഫ് ഇലക്ട്രോളിസിസ് മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അത് ചിലപ്പം 1 മാർക്കിന് ചോദിച്ചാൽ ജസ്റ്റ് ആ 4 പോയിന്റ് മാത്രം എഴുതിയാൽ 2 മാർക്കിന് ചോദിക്കണമെങ്കിൽ എക്സാമ്പിൾ ഉൾപ്പെടെ എന്ത് ചെയ്യുക, നിങ്ങളത് എഴുതുക. എക്സാമ്പിൾ എഴുതിയായി അതിൽ നിങ്ങൾ ടെസ്റ്റിങ്ങിന് ഡീറ്റെയിൽ ആയിട്ട് വരച്ചേക്കുന്നുണ്ടെന്നോ അതിന് ഡെഫിനിഷനൊന്നും അല്ല, അത് എക്സാമ്പിളാണ്. അതിൽ 2-3 എണ്ണം പഠിച്ചു വെച്ചാൽ മതി. ഈജി ഇട്ടിട്ട് ആ പേരുകൾ എഴുതുക, താഴെ എക്സാമ്പിൾ എന്ന് എഴുതിയിട്ട് ആ പേരുകൾ എഴുതുക, അത്ര കാര്യമുള്ളൂ. ഓക്കെ, 1 മാർക്കിനാണെങ്കിൽ ആ 3 കാര്യങ്ങൾ 4 കാര്യങ്ങൾ: പ്രൊഡക്ഷൻ ഓഫ് നോൺ മെറ്റൽസ്, പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ്, പ്രൊഡക്ഷൻ ഓഫ് കോമ്പൗണ്ട്സ്, പിന്നെന്താ റിഫൈനിങ് ഓഫ് മെറ്റൽസ്. ഓക്കെ, അതായത് നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ലോഹങ്ങളുടെ നിർമ്മാണത്തിന് പിന്നെ ഏതാ നോൺ മെറ്റൽസിൻ്റെ, അതായത് അലോഹങ്ങളുടെ നിർമ്മാണത്തിന്, പിന്നെ ഏതാ സംയുക്തങ്ങളുടെ നിർമ്മാണത്തിന്, പിന്നെ എന്തോന്ന് ലോഹങ്ങളുടെ പേര് മറന്നുപോയ റിഫൈനിങ് ഓഫ് മെറ്റൽസ്. അതിൻ്റെ മലയാളം ഞാൻ വിട്ടുപോയി. ജസ്റ്റ് നിങ്ങൾ ടെസ്റ്റിലോട്ടൊന്ന് നോക്കിയാൽ മതി, നിങ്ങൾക്ക് അതിനകത്ത് മലയാളത്തിൽ കാണും കേട്ടോ. മലയാളം മീഡിയക്കാർ അതൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, ചില മലയാളം വേർഡ്സ് ചിലപ്പം കിട്ടത്തില്ല. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ മതി. പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്, ചില വാക്കുകൾ വേർഡ്സുകൾ ചിലപ്പം കിട്ടത്തില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് ടെക്സ്റ്റ് ബുക്കിൽ നോക്കി ഒന്ന് റെഫർ ചെയ്തോണം, ക്ലിയർ ചെയ്തോണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഓക്കെ, ഇനി ഒരു ചെറിയ കണ്ടന്റും കൂടെ ഉള്ളൂ. അതും കൂടെ ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, നമ്മുടെ ആ പാഠം അങ്ങ് തീരും. ഓക്കെ, അതും കൂടെ പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ് നിർത്താം. അടുത്തതെന്ന് പറയുന്നത് നമ്മൾ 9ാം ക്ലാസ്സിലൊക്കെ പഠിച്ച ഒരു കാര്യമാണ് ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറയുന്ന കാര്യം. ഇലക്ട്രോ പ്ലേറ്റിംഗ്. അപ്പോൾ ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു മെറ്റലിൻ്റെ പുറത്ത് വേറൊരു മെറ്റൽ എന്ത് ചെയ്യും, ഇലക്ട്രോളിസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉപയോഗിച്ചുകൊണ്ട് കോട്ട് ചെയ്യുന്ന മെത്തേഡിനെ വിളിക്കുന്ന പേരാണ്, ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഇലക്ട്രോ പ്ലേറ്റിംഗ്. ഓക്കെ, ഒരു മെറ്റലിൻ്റെ പുറത്ത് വേറൊരു മെറ്റൽ എന്ത് ചെയ്യുന്നത്, പൂശുന്ന വേറൊരു മെറ്റൽ കോട്ട് ചെയ്യുന്ന പ്രോസസ്സ്, ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. ഇലക്ട്രോ പ്ലേറ്റിംഗ്. ഓക്കെ, അപ്പം ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് വെച്ചാൽ ഒരു ലോഹത്തിൻ്റെ പുറത്ത് വേറൊരു ലോഹം പൂശുന്ന പ്രവർത്തനത്തെ പറയുന്ന പേരാണ് ഇലക്ട്രോ പ്ലേറ്റിംഗ്. അതെന്ത് യൂസ് ചെയ്തുകൊണ്ടാണ്, ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അല്ലെങ്കിൽ ഇലക്ട്രോളിസിസ് വഴിയാണ് എന്നൊരു വേർഡും കൂടെ നമ്മളവിടെ യൂസ് ചെയ്യണം. ഓക്കെ, ഇലക്ട്രോ പ്ലേറ്റിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇലക്ട്രോലൈറ്റ് ഉണ്ട്, 3 കാര്യങ്ങളാണുള്ളത്. ഇലക്ട്രോലൈറ്റ്, ആനോഡും കാഥോഡ്, ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഇലക്ട്രോലൈറ്റ്, ആനോഡ്, കാഥോഡ്, അല്ലെങ്കിൽ പോസിറ്റീവിലും നെഗറ്റീവ് ടെർമിനലിലും കൊടുക്കുന്നത് ആരാണ് എന്ന് മാത്രം പഠിച്ചിരിക്കുക. പോസിറ്റീവ് ടെർമിനലിലും നെഗറ്റീവ് ടെർമിനലിലും കൊടുക്കുന്നത് ആരൊക്കെയാണ് എന്ന് ചെയ്യുക, നിങ്ങൾ പഠിച്ചിരിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ പോസിറ്റീവ് ടെർമിനലിൽ ആരാന്ന് ചോദിച്ചാൽ നമ്മൾ ഏതാണോ പ്യുവറായിട്ട്, ഏത് മെറ്റലാണോ കോട്ട് ചെയ്യേണ്ടത് അതിൻ്റെ പ്യുവറായിട്ടുള്ള സാധനത്തിന് നമ്മൾ എന്തായിട്ട് എടുക്കും, നമ്മുടെ പോസിറ്റീവ് ടെർമിനലിലെടുക്കും. പ്യുവറായിട്ടുള്ളതിനെ പോസിറ്റീവ് ടെർമിനലിലും, പിന്നെ ക്ലീൻ ചെയ്യേണ്ടത് ഏതിലാണോ പൂശേണ്ടത് ആ ഒരു സാധനം, അയൺ ബാങ്കിലാണ് ഞാൻ പൂശേണ്ടത്, അയൺ ബാങ്കിലാണ് എനിക്ക് പൂശേണ്ടതെങ്കിൽ അയൺ ബാങ്കിലിന് ഞാൻ നെഗറ്റീവ് ടെർമിനലിലും എടുക്കും. ഓക്കെ, ഏതിലാണോ പൂശേണ്ടത് അത് ഞാൻ എന്തിലെടുക്കണം, പോസിറ്റീവ് ടെർമിനൽ. ഏതാണോ പൂശേണ്ടത് അത് ഞാൻ പോസിറ്റീവ് ടെർമിനലിലും, ഏതിലാണോ പൂശേണ്ടത് അയൺ ബാങ്കിൾ, ഞാൻ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്, കോപ്പർ ഈസ് കോട്ടഡ് ഇൻ അയൺ ബാങ്കിൾ എന്നാണ് ക്വസ്റ്റ്യൻ. ഇതിൽ കോപ്പറാണ് എനിക്ക് പൂശേണ്ടത് അല്ലേ, കോപ്പറാണ് ഒരെണ്ണത്തിൽ പൂശേണ്ടത്. അപ്പോൾ കോപ്പറിൻ്റെ പ്യുവറായിട്ടുള്ള ദണ്ട് റോഡ് ഞാൻ എന്തെടുക്കും, പോസിറ്റീവ് ടെർമിനലിലും, അയൺ ബാങ്കിൾ ഞാൻ എന്ത് ചെയ്യും, ക്ലീൻ ചെയ്തിട്ട് നെഗറ്റീവ് ടെർമിനലിലും കണക്ട് ചെയ്യണം. ഓക്കെ, ഇനി ഞാൻ എടുക്കുന്നത് കോപ്പറിൽ എടുക്കുന്നത്, അപ്പോൾ അതിൻ്റെ തന്നെ സാൾട്ട് സൊല്യൂഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ഇലക്ട്രോലൈറ്റായിട്ട് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ തന്നെ സാൾട്ട് സൊല്യൂഷൻ നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യും, ഇലക്ട്രോലൈറ്റായിട്ട് യൂസ് ചെയ്യും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? അപ്പോൾ ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് വെച്ചാൽ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തുകൊണ്ട് ഒരു മെറ്റലിൻ്റെ പുറത്ത് വേറൊരു മെറ്റൽ കോട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ അതുകൊണ്ടുള്ള യൂസസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, നമുക്ക് മെറ്റലിൻ്റെ എന്ത് ചെയ്യാം, അപ്പിയറൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ടു ഇംപ്രൂവ് അപ്പിയറൻസ് ഓഫ് മെറ്റൽസ്, മെറ്റൽസിൻ്റെ അപ്പിയറൻസ് എന്ത് ചെയ്യാൻ പറ്റും, ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ടു ഇംപ്രൂവ് ദ അപ്പിയറൻസ് ഓഫ് മെറ്റൽസ്. ഓക്കെ, അതായത് നമ്മുടെ ഭംഗി കൂട്ടാൻ പറ്റും, ലോഹങ്ങളുടെ ഭംഗി കൂട്ടാൻ പറ്റും. ടു പ്രിവെൻറ്റ് മെറ്റാലിക് കൊറോഷൻ, ടു പ്രിവെൻറ്റ് മെറ്റാലിക് കൊറോഷൻ എന്ന് വെച്ചാൽ മെറ്റൽസ് തുരുമ്പിക്കുന്നത്, ലോഹനാശം, മെറ്റൽസുകളുടെ നാശം എന്ത് ചെയ്യാം, പ്രിവെൻറ്റ് ചെയ്യാൻ, തടയാനായിട്ട് കഴിയും. അപ്പോൾ ഇത് രണ്ടാണ് അതിൻ്റെ പ്രധാനപ്പെട്ട യൂസസ്. ഓക്കെ, ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഒരു മെറ്റലിൻ്റെ പുറത്ത് വേറൊരു മെറ്റൽ എന്ത് ചെയ്യും, ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തുകൊണ്ട് കോട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേര് ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറയും.
ഓക്കെ, രണ്ടാമത് പറഞ്ഞാൽ എന്താ, അതിന് കൊണ്ടുള്ള യൂസസ് ആണ് പറഞ്ഞത്. എന്തൊക്കെ യൂസസ് എന്ന് പറഞ്ഞാൽ ടു ഇംപ്രൂവ് അപ്പിയറൻസ് ഓഫ് ദി മെറ്റൽ. ഒരു മെറ്റലിൻ്റെ അപ്പിയറൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ടു പ്രിവെൻറ്റ് മെറ്റാലിക് കൊറോഷൻ, മെറ്റൽസിൻ്റെ കൊറോഷൻ, അതായത് ലോഹനാശം, തുരുമ്പ് പിടിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളില്ലയോ, അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി പറഞ്ഞ എന്താണ്, നമ്മളൊരു ഇലക്ട്രോപ്ലേറ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പോസിറ്റീവ് ടെർമിനലിൽ പ്യുവർ ആയിട്ടുള്ള മെറ്റൽ, ഏത് മെറ്റലാണോ പൂശേണ്ടത് ആ മെറ്റൽ, നെഗറ്റീവ് ടെർമിനലിൽ ഏതിലാണോ പൂശേണ്ട വസ്തു ആ വസ്തു. ഇനി ഏത് മെറ്റലാണ് ഞാൻ പൂശാൻ ഉപയോഗിക്കുന്നത് അതിൻ്റെ സാൾട്ട് സൊല്യൂഷനാണ് ഞാൻ എന്തായിട്ട് ഉപയോഗിക്കുന്നത്, ഒരു ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്, ഇലക്ട്രോലൈറ്റ് ആയിട്ട്. അപ്പോൾ ഇലക്ട്രോപ്ലേറ്റിംഗിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ പിക്ചർ വരയ്ക്കാൻ പഠിച്ചിരിക്കണം. പിക്ചറാണ് മെയിനായിട്ട് ചോദിക്കുന്നത്, പിക്ചർ വരയ്ക്കാൻ ചോദിക്കും. പിന്നെ അതിനകത്ത് റിയാക്ഷൻസോ, ആനോഡിൽ നടക്കുന്നത്, നെഗറ്റീവ് കാഥോഡിൽ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിക്കാം. കോപ്പർ കോട്ടഡ് ഇൻ അയൺ ബാങ്കിൾ, ഇതാണ് നമ്മുടെ അയൺ ബാങ്കിൾ. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം പടം വരയ്ക്കണം. പടം വരയ്ക്കാന്ന് വെച്ചാൽ എന്ത് ചെയ്യുക, ഒരു ബീക്കർ എടുക്കുക. ഇലക്ട്രോളിസിസ് അല്ലേ ചെയ്യുന്നത്, അപ്പോൾ ഒറ്റ ബീക്കർ മതി. അതിനകത്ത് എന്ത് ചെയ്യുക, ഒരു ഇലക്ട്രോലൈറ്റ് എടുക്കുക. എനിക്കിവിടെ കോപ്പറാണ് പൂശേണ്ടത്, അതുകൊണ്ട് ഞാൻ എടുക്കുന്നത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനാണ് എടുക്കുന്നത്. അത് മാത്രമേ എഴുതിയാൽ, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എന്ന് മാത്രമേ എഴുതി. വേണമെങ്കിൽ അതിൻ്റെ കൂടെ എഴുതും പ്ലസ് H2SO4 എന്നും കൂടെ എഴുതും, സൾഫ്യൂരിക് ആസിഡ് എന്നും കൂടെ എഴുതിയേക്കും. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ പ്ലസ് സൾഫ്യൂരിക് ആസിഡ് എന്നും കൂടെ എഴുതും. പിന്നെ ഞാൻ പറഞ്ഞു എന്ത് ചെയ്യുക, ഒരു ബാറ്ററിയുടെ നെഗറ്റീവിൽ കൊടുക്കുന്നത് ഏതാണ്, നെഗറ്റീവ് കൊടുക്കുന്നത് അയൺ ബാങ്കിളാണ്. നെഗറ്റീവ് കൊടുക്കേണ്ട ഏതാണ്, അയൺ ബാങ്കിളാണ്. പോസിറ്റീവ് കൊടുക്കുന്നത് ഏതാണ്, ഞാൻ എടുത്തിരിക്കുന്ന കോപ്പറാണ്. പ്യുവർ ആയിട്ടുള്ള കോപ്പർ റോഡാണ് എടുക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ ഇലക്ട്രോലൈറ്റിനകത്ത് ഫുള്ളായിട്ട് എന്ത് ചെയ്തിരിക്കണം, ഇമേഴ്സ് ചെയ്ത് വെച്ചിരിക്കണം, മുക്കി വെച്ചിരിക്കണം. ഞാൻ എടുക്കുന്ന രണ്ട് സാധനവും ഈ ഇലക്ട്രോലൈറ്റിനകത്ത് എന്ത് ചെയ്തിരിക്കണം, കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, താഴ്ത്തി വെച്ചേക്കണം. ചിലവർ എന്ത് ചെയ്യും, ഇങ്ങനെ ബീക്കറൊക്കെ വരച്ചിട്ട് ഇത്ര ഇങ്ങനെ ഇലക്ട്രോലൈറ്റ് കൂടെ വെച്ചിട്ട് ഇങ്ങനെ പൊക്കി വെച്ചേക്കും, ഇങ്ങനെയൊക്കെ കൊടുത്തേക്കും. ഇങ്ങനെ പടം വരച്ചാൽ എന്താണ്, ഇങ്ങനെ വരച്ചാൽ എന്താണ്, ഇത്രയും മാത്രമേ ഇലക്ട്രോലൈറ്റ് ഉള്ളൂ, ബാക്കി എന്ത് ചെയ്ത് പൊങ്ങിയിരിക്കുക. അപ്പോൾ ഇതെന്താണ്, തെറ്റാണ്. ഇതുപോലെ ഫുള്ളായിട്ട് എന്ത് ചെയ്തിരിക്കണം, താഴ്ത്തി വെച്ചേക്കണം. ഓക്കെ, ഇതുപോലെ ഫുള്ളായിട്ട് താഴ്ത്തി വെച്ചേക്കണം. ഇതാണ് പിക്ചർ. ഓക്കെ, ഈ പിക്ചറാണ് വരയ്ക്കാൻ നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, ഒരു ബീക്കർ എടുക്കുക, കോപ്പറാണ് ഞാൻ എടുത്തത്, അത് കോപ്പർ പോസിറ്റീവ് കൊടുത്തു, പ്യൂർ ആയിട്ടുള്ള കോപ്പർ. അയൺ ബാങ്കിലായതുകൊണ്ട് അയൺ ബാങ്കിൽ ഞാൻ നെഗറ്റീവ് കൊടുത്തു. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുത്തു. ഇനി നിങ്ങൾ നോക്കിയേ, പോസിറ്റീവ് എന്ന് വെച്ചാൽ എന്താ, പോസിറ്റീവ് ആനോഡാണ്. പോസിറ്റീവ് എന്ന് വെച്ചാൽ എന്താണ്, ആനോഡാണ്. ആനോഡിനകത്ത് ഇരിക്കുന്ന ആരാ, കോപ്പറാണ്. ആനോഡ് നടക്കുന്ന റിയാക്ഷൻ എന്താ, ഓക്സിഡേഷൻ അല്ലയോ. ഓക്സിഡേഷൻ എന്ന് വെച്ചാൽ ഇലക്ട്രോണെ ഡൊണേറ്റ് ചെയ്യുക എന്നല്ലയോ. അപ്പോൾ കോപ്പർ ഇലക്ട്രോണെ ഡൊണേറ്റ് ചെയ്താൽ Cu2++2 ഇലക്ട്രോണായി മാറും. Cu2++2 ഇലക്ട്രോൺ. ഓക്കെ, ഇനി നെഗറ്റീവ് ആരാണ്, കാഥോഡ്. നെഗറ്റീവ് ആരാണ്, കാഥോഡാണ്. കാഥോഡിൽ എന്തായിരിക്കും നടക്കുന്നത്, ഈ Cu2+ എന്തായി മാറും, വീണ്ടും 2 ഇലക്ട്രോൺ. ആ 2 ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തിരിച്ചെന്തായി മാറും, Cu ആയിട്ട് മാറും. നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഒന്ന് ഇതായിരിക്കും, ഇവിടെ ഉണ്ടായ സാധനമല്ലേ തിരിച്ച് പാതകണക്കായെന്ന് അല്ല. പക്ഷേ ഇവിടെ ഉണ്ടാകുന്ന ഈ Cu2+ അല്ല ആവുന്നത്, നമ്മുടെ സൊല്യൂഷനകത്തുള്ള CuSO4 ആരുണ്ട്, Cu2+ ഉണ്ട്. അയാളാണ് ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നത്, അക്സെപ്റ്റ് ചെയ്ത് Cu ആയിട്ട് മാറും. ഈ Cu ഇവിടെ വന്ന് പറ്റിപ്പിടിക്കും, നമ്മുടെ അയൺ ബാങ്കിൽ വന്ന് പറ്റിപ്പിടിക്കും. ഓക്കെ, ആനോട് എഴുതാൻ അറിയാമോ, കാഥോഡ് എഴുതാൻ സിമ്പിളാണ്. ആനോഡിൻ്റെ തിരിച്ചെഴുതി വെച്ചാൽ എന്തായി, കാഥോഡായി. ഇത്രയാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ കോപ്പർ കോട്ടഡ് ഇൻ അയൺ ബാങ്കിൾസ് എന്ന് പറഞ്ഞാൽ ഈ പിക്ചർ വരയ്ക്കാൻ അറിയണം, ആനോഡ് വരയ്ക്കണം, കാഥോഡ് വരയ്ക്കണം. ഓക്കെ, ആനോഡ് വരയ്ക്കണം, കാഥോഡ് വരയ്ക്കണം. ആനോഡ് എഴുതാൻ അറിയാമോ, ആനോഡ് തിരിച്ചെഴുതി വെച്ചാൽ കാഥോഡായി. ആനോഡിൻ്റെത് തിരിച്ചെഴുതി വെച്ചാൽ എന്തായി, കാഥോഡായി മാറി. ഇതാണ് ഇലക്ട്രോപ്ലേറ്റിംഗ്. ഇനി അറിഞ്ഞിരിക്കേണ്ട തെറ്റിക്കുന്ന കാര്യങ്ങൾ, കോപ്പർ ആണ് ഇവിടെ ചോദിച്ചത്. ഇനി ചോദിക്കാം സിൽവർ ചോദിക്കാം. സിൽവർ കോട്ടഡ് ഇൻ അയൺ ബാങ്കിൽ നിന്നാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ എടുക്കുമ്പം ഇലക്ട്രോലൈറ്റ് മാത്രം ശ്രദ്ധിച്ചാൽ മതി, മറ്റതൊക്കെ കറക്റ്റ് തന്നെ. ഇവിടെ സിൽവർ, കോപ്പറിന് വരെ എന്താവും, സിൽവർ ഇട്ട് കൊടുക്കും, സിൽവർ റോഡാവും. അയൺ ബാങ്കിൽ തന്നെ സൊല്യൂഷൻ എന്തായി മാറും,
സിൽവർ നൈട്രേറ്റ് AgNO3 AgNO3 അല്ലെങ്കിൽ നമുക്ക് പറയാം സോഡിയം സയനൈഡ് പ്ലസ് ഓർ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് സോഡിയം സയനൈഡ് പ്ലസ് സിൽവർ സയനൈഡ് സൊല്യൂഷൻ. സിൽവർ സയനൈഡ് സൊല്യൂഷനാണ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ടത്. ഇതിലേതെങ്കിലും ഒന്നാണ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അവിടെ ആനോഡ് നടക്കുന്ന റിയാക്ഷൻ ചോദിച്ചാൽ ജസ്റ്റ് ഞാൻ ഇവിടെ ഒന്ന് എഴുതി കാണിക്കാം. Ag ആണ്. Ag എന്തായി മാറും? Ag+1 ആയി മാറും. അപ്പം 1 ഇലക്ട്രോൺ പോകും. കാഥോഡ് ചോദിച്ചാൽ ഇതങ്ങ് ഓപ്പോസിറ്റ് തിരിച്ച് എഴുതി വെച്ച് കൊടുത്താൽ മതി. എന്തായി? Ag+1 + 1 ഇലക്ട്രോൺ എന്തായി മാറും? Ag ആയിട്ട് മാറും. ഇനി നിങ്ങൾക്ക് സിൽവറിന് വരാൻ ഗോൾഡ് ചോദിക്കാം. ഗോൾഡ് കോട്ടഡ് അയൺ ബാങ്കിൾ ഇതിനകത്ത് എന്തായി മാറും? പടത്തിനകത്ത് എന്തായി മാറും? പടത്തിനകത്ത് നമ്മുടെ Agക്ക് വരെ എന്തായി മാറും? Au ആയി മാറും. ഗോൾഡിൻ്റെ Au ആണ്. ഇവിടുത്തെ സൊല്യൂഷൻ മാറും. ഇവിടുത്തെ സൊല്യൂഷൻ എന്തായി മാറും എന്ന് ചോദിച്ചാൽ സോഡിയം സയനൈഡ് പ്ലസ് ഗോൾഡ് സയനൈഡ് സൊല്യൂഷൻ. സോഡിയം സയനൈഡ് പ്ലസ് ഗോൾഡ് സയനൈഡ് സൊല്യൂഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ആനോഡ് റിയാക്ഷൻ, ആനോഡ് എന്താണെന്ന് നോക്കാം. ആനോഡ് എന്തായി മാറും എന്ന് ചോദിച്ചാൽ Au3+ ആയിട്ട് മാറും. എത്ര ഇലക്ട്രോൺ? 3 ഇലക്ട്രോൺ. കാഥോഡ് ചോദിച്ചാൽ Au3+ + 3 ഇലക്ട്രോൺ എന്തായി മാറും? Au ആയിട്ട് മാറും. Au3+ + 3 ഇലക്ട്രോൺ എന്തായി മാറും? Au ആയിട്ട് മാറും. ക്ലിയർ ആണേ? അപ്പം 3 ക്വസ്റ്റ്യനും ഞാൻ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. മൂന്നെണ്ണം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇലക്ട്രോലൈറ്റ് മാറുന്നതും പിന്നെ അതിൻ്റെ ചാർജസും. എന്താണ്ടേ സിൽവർ വെച്ചിട്ട് ആനോഡ് കാഥോഡ്, കോപ്പർ വെച്ചിട്ടുള്ള ആനോഡ് കാഥോഡ്, ഗോൾഡ് വെച്ചുള്ള ആനോഡ് കാഥോഡ്. ഓക്കെ, ഇത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? നോട്ട്സിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നോട്ട്സിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? ഞാനിത് തന്നിട്ടുണ്ട്. അപ്പോൾ ആ നോട്ട് കറക്റ്റായിട്ട് എഴുതിയെടുക്കുക. നോട്ട് കിട്ടാൻ വേണ്ടി മാസ്റ്റർ ലൈവ് എന്ന് പറയുന്ന ടെലിഗ്രാം ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. അതിനകത്ത് ഈ നോട്ട് 3ാമത്തെ ചാപ്റ്ററിൻ്റെ നോട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതും കൂടെ ആകുമ്പോഴത്തേക്ക് എന്തായി? നമ്മുടെ പാഠം തീർന്നു. പിന്നെ ഇതിൻ്റെ എക്സാമ്പിൾസാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് യൂസ് ചെയ്യുന്നത് എവിടേക്കാണെന്ന് ചോദിച്ചാൽ ഗോൾഡ് പ്ലാറ്റഡ് ഇൻ ജ്വല്ലറീസ്, പിന്നെ സിൽവർ കോട്ടഡ് ഇൻ ഹാൻഡിൽ ബാസ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? ഇത് എങ്ങനെയായിട്ട് യൂസ് ചെയ്യുന്നത് എക്സാമ്പിൾസ് ആണ്. ജസ്റ്റ് എക്സാമ്പിൾ എന്ത് ചെയ്യുക നോക്കി വെച്ചേക്കുക എവിടേക്കാണ് യൂസ് ചെയ്യുന്നതെന്ന്. ഓക്കെ, ഇത് മാറിപ്പോയില്ല. ചിലപ്പോൾ മാറ്റി എഴുതുന്ന കാര്യങ്ങൾ യൂസസ് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളും പിന്നെ ഇതും കൂടെ എഴുതാം. ഗോൾഡ് കോട്ടഡ് ഇൻ ജ്വല്ലറീസും സിൽവർ കോട്ടഡ് ഇൻ ഹാൻഡിൽ ബാസും ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതിൽ ഉൾപ്പെടുത്താം. പക്ഷേ പ്രാക്ടിക്കൽ യൂട്ടിലിറ്റി ഓഫ് ഇലക്ട്രോളിസിസ് എന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞ 4 പോയിന്റ് അത് അതിൽ വരുന്നതാണ്, മാറിപ്പോകല്. ഓക്കെ, അപ്പോൾ ഇത്രയും ആയപ്പോഴത്തേക്കും നമ്മുടെ 3ാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ 3ാമത്തെ ചാപ്റ്റർ വരെയുള്ള എല്ലാവർക്കും ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും നല്ലൊരു കമൻസുകളും മറ്റൊക്കെയാണ് തരുന്നത്. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? ഇനി ഇതുപോലത്തെ ക്ലാസ്സുകൾ എന്ത് ചെയ്യും? അടുത്തടുത്ത പാഠത്തിൻ്റെ ഉടനെ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് പോവുക, കറക്റ്റായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ എൻ്റെ നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നമ്പർ തരാം. അതിനകത്തോട്ട് വാട്സപ്പ് ചെയ്താൽ മതി. ഞാൻ എന്ത് ചെയ്യാം? അതിൻ്റെ ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇനി എന്ത് ചെയ്യാം? നമുക്ക് അടുത്ത ദിവസം എന്ത് ചെയ്യാം? വേറൊരു ക്ലാസ്സായിട്ട് ഇതിൻ്റെ 4ാമത്തെ ചാപ്റ്ററായിട്ട് കാണാം. അപ്പം അടുത്ത ദിവസം വരെ കാണുന്നവരെ ഹാവ് എ നൈസ് ഡേ. സീ യു ലേറ്റർ. ടാറ്റ.